തക്ക സമയത്ത് മഴ ലഭിക്കുമ്പോൾ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, കട്ടകളുടെ ഇടയിൽ കിടക്കുന്ന വിത്തുകളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിത്തുകൾ മഴ പെയ്യുന്ന സന്ദർഭത്തിൽ വീണ്ടും മണ്ണ് നനയുമ്പോൾ, കുതിരുമ്പോൾ വീണ്ടും ആ വിത്തുകൾ വളർന്നു വരുവാനിട വരും. എന്നതുപോലെ നാം ഈ വിതയ്ക്കുന്ന വിത്തുകളൊന്നും പ്രയോജനരഹിതമായി പോകുകയില്ല. ആ വിത്തുകളൊക്കെ തക്ക സമയത്ത് വീണ്ടും ഫലസമൃദ്ധിയിൽ പുറത്തു വരുവാനിടവരും. അതിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിതച്ച വിത്തുകൾ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ. അത് ഫലം പുറപ്പെടുവിക്കുന്ന വിത്തുകളായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അധ്വാനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. വിശേഷിച്ചും വർഷിപ്പ് ടീമിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കർത്താവ് വളരെ ശക്തമായി നിങ്ങളെ ഉപയോഗിച്ചു. നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്ന സന്ദർഭത്തിൽ ആഴമേറിയ ദൈവസാന്നിധ്യം അതിന്റെ നടുവിൽ വെളിപ്പെട്ടതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ നിലകളിലും വളരെ ക്രമീകരണങ്ങളുള്ള, ഓർഡറുള്ള ഒരു ആത്മീക കൂട്ടായ്മയായി ഈ കൂട്ടായ്മ വളർന്നു വരുവാൻ ഇടവരട്ടെ. കർത്താവ് ചെയ്യുവാൻ വിശ്വസ്തനാകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടേണ്ടതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഇതിന്റെ നടുവിൽ ചിലർക്കൊക്കെ അഭിഷേകം പ്രാപിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഇട നൽകി. പരിശുദ്ധാത്മ നിറവ് സംഭവിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും സംഭവിക്കുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ തന്നെയുണ്ട്. നമുക്ക് മൂന്ന് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആത്മാവുണ്ട്, മനസ്സുണ്ട്, ശരീരമുണ്ട്. അതിൽ മനസ്സുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പഠിക്കുവാൻ കർത്താവ് കൃപയാൽ നമ്മെ സഹായിച്ചു. നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വരുന്നു. അതാണ് 1 കൊരിന്ത്യർ 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ആത്മാവ് അവിടെ വന്ന് റെസിഡന്റ് ആകുകയാണ്, PR ആകുകയാണ്, പെർമനന്റ് റെസിഡന്റ് ആകുകയാണ്. പരിശുദ്ധാത്മാവ് അവിടെ വന്ന് PR ആയിത്തീരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പാർക്കുന്ന പരിശുദ്ധാത്മാവിന് മനസ്സും ശരീരവും ഈൽഡ് ചെയ്ത് കൊടുക്കുന്ന സന്ദർഭത്തിൽ മനസ്സിലേക്കും ശരീരത്തിലേക്കും അവിടുന്ന് വന്ന് സാച്ചുറേറ്റ് ചെയ്ത് വ്യാപരിച്ച് നിറയ്ക്കുന്ന, ഫില്ല് ചെയ്യുന്ന ഒരനുഭവമാണ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. കാത്തിരിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. രക്ഷിക്കപ്പെട്ടവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നമ്മുടെ മനസ്സാണ്, പ്രത്യേകിച്ച് മനസ്സിൽ വരുന്ന തടസ്സങ്ങൾ. ആ തടസ്സങ്ങളാണ് വിശേഷിച്ചും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ നിറവിന് ചില സന്ദർഭങ്ങളിൽ നാം തന്നെ അറിയാം, അൺകോൺഷ്യസിൽ പല കാര്യങ്ങൾ പോകുവാനിട വരും. നാം കേട്ട കാര്യങ്ങളൊക്കെ അൺകോൺഷ്യസിൽ പോകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് അവ ചിലപ്പോൾ നമുക്കൊരു തടസ്സമായിട്ട് നിൽക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുകയാണെങ്കിൽ കർത്താവ് ആ മേഖലകളിൽ നിന്നെല്ലാം നമ്മളെ വിടുവിച്ചതിന് ശേഷം നമ്മുടെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് വരും, നമ്മുടെ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരും. ആമേൻ. കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ ഈ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ അവർ വേഗത്തിൽ അഭിഷേകം പ്രാപിക്കും. എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സും ശരീരവും അതിന് പെട്ടെന്ന് ഈൽഡ് ചെയ്ത് കൊടുക്കുവാൻ തക്കവണ്ണം അവർക്ക് പ്രാപ്തിയുണ്ട്. ദൈവം ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിലരെ നിറയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരത്ഭുതമാണ്, നാം അന്യഭാഷകളിൽ സംസാരിക്കുവാനിട വരുന്നു. ബുദ്ധിമണ്ഡലം മനസ്സുമായി ബന്ധപ്പെട്ടാണല്ലോ. മനസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്റലക്ട് ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്, ഇമാജിനേഷൻ ഉണ്ട്, മെമ്മറീസ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. അതിൽ ഇന്റലക്ട് നമ്മുടെ മനസ്സുമായി, സോളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്റലക്ട് ഉപയോഗിച്ചാണ് നാം സംസാരിക്കുന്നത്. അതിനാൽ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ സൂപ്പർ നാച്ചുറൽ ലാംഗ്വേജ് നമുക്ക് ലഭിക്കുന്നു, പുതിയൊരു ഭാഷ നമുക്ക് ലഭിക്കുകയാണ്. നാം മലയാളം സംസാരിക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുന്നു, എന്നാൽ പൊടുന്നതിനെ നാം ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു പുതിയ ഭാഷ നാം സംസാരിക്കുവാനിട വരുന്നു. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിൽ വരുമ്പോൾ എന്താണ് അതിന്റെ അടയാളം എന്ന് പറയുന്നത്? ശക്തി. ശരീരത്തിൽ അസാധാരണ ശക്തി വെളിപ്പെടും. അവൻ ചെറിയ ശക്തിയല്ല വെളിപ്പെടുന്നത്, വലിയ ശക്തിയാണ് വെളിപ്പെടുന്നത്. ഞാൻ അഭിഷേകം പ്രാപിച്ചപ്പോൾ ആ സഭയിലുള്ളവരെല്ലാം ഭയങ്കര വെള്ളമാക്കുന്നത്, ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ പോകുമായിരുന്നു.
2-3 പേര് പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കുകയില്ലായിരുന്നു. ആത്മശക്തി ശരീരത്തിൽ അനുഭവിക്കുവാനിടയായി. ഇനീഷ്യലായിട്ടുള്ള ഇൻഫില്ലിങ് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ എവിടെ വരെ എത്തിച്ചേരുമെന്നുള്ളത്. ഒരു ലൈറ്റായിട്ടുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടിയല്ല നിങ്ങൾ കൊതിക്കേണ്ടത്, ഒരു ഹെവി ആയിട്ടുള്ള അഭിഷേകത്തിന് വേണ്ടി കൊതിക്കണം. പവർ വരുമ്പോൾ ഒരു വളരെ ചെറിയ അളവിലുള്ള ഒരു പവറിന് വേണ്ടിയല്ല നിങ്ങൾ കൊതിക്കേണ്ടത്. ഹെവി ആയിട്ടുള്ള ഒരു പവർ നിങ്ങളുടെ മേൽ വരുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആഗ്രഹിക്കുന്നവരെ കർത്താവ് തൃപ്തിപ്പെടുത്തുവാൻ വിശ്വസ്തനാകുന്നു. ഞാനിന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ അനവധിയാകുന്ന സെഷൻസ് നമുക്ക് ആവശ്യമാണ്. അതിനാൽ വേഗത്തിൽ ഞാൻ പോകുവാൻ ആഗ്രഹിക്കുകയാണ്. വിശേഷിച്ച് ഞാൻ ഇന്ന് അന്യഭാഷയെ കുറിച്ച് കുറെ കാര്യങ്ങൾ നിങ്ങളുടെ നടുവിൽ പറഞ്ഞതിന് ശേഷം സമയം അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അന്യഭാഷ, മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ പരിശുദ്ധാത്മാവ് തൊടുന്നതിന്റെ അടയാളമായി നാം പുതുഭാഷകളിൽ സംസാരിക്കുവാൻ ഇടവരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുക. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, all filled with the Holy Spirit. ആമേൻ. അവർ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. വിശ്വസിക്കുവാൻ കഴിയുമോ? സഭയിലുള്ള എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ കഴിയും. കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ കഴിയും. ഇവര് മലയാളം മനസ്സിലാകുന്നില്ല എന്ന് നമ്മൾ അവരെ ഒഴിവാക്കരുത്. ആമേൻ. അവര് അറിയുന്ന നിലയിൽ അവരും അടുത്തു വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ കഴിയും. യെസ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ നിറയ്ക്കുവാൻ വിശ്വസ്തനാണ്. Amen. They were all filled with the Holy Spirit. And what was the result of that infilling of the Holy Spirit? And began to speak with other tongues. Began to speak. Began to speak means അതുകൊണ്ട് തുടങ്ങുകയാണ്, തുടരുവാൻ പോവുകയാണ്. Began to speak in other tongues. നിങ്ങൾ വിശ്വസിക്കുക, ചരിത്രത്തിൽ ഇതുവരെയും ആ അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം വരെയും ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിത് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ 4-ാം വായിക്കുമ്പോൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നു പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അത്ഭുതം തോന്നുന്നു? ഒരത്ഭുതം തോന്നില്ല. നമ്മൾ നാളുകളായിട്ട് അന്യഭാഷ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നടക്കുന്നത് ഒരു ചരിത്ര സംഭവമാണ്. യേശു ക്രിസ്തു AD BC എന്ന് വേർതിരിച്ചതുപോലെ കാലഘട്ടങ്ങളെ വേർതിരിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് ഇവിടെ നടക്കുന്നത്. 100 വർഷങ്ങൾ, ഏതാണ്ട് 90 വർഷങ്ങൾക്ക് മുന്നമേ എന്റെ മുത്തച്ഛൻ അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് എതിർ ക്രിസ്തുവിന്റെ ഭാഷയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. എല്ലാവരും എതിർത്തു. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ KV സൈമൺ സാർ എന്ന് പറയുന്ന ബ്രദറൻ സഭയുടെ സ്ഥാപകന്റെ ശിഷ്യനായിരുന്നു എന്റെ മുത്തച്ഛൻ MK വർഗീസ്. എന്റെ മുത്തച്ഛൻ MK വർഗീസ് എഴുതിയ പാട്ടുകളാണ് കർത്താവ് ഗംഭീരനാഥത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ എന്നുള്ള പാട്ട്. സർവ്വലോക സൃഷ്ടിനാവേ സർവ്വത്തിനും നാഥ, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, മനോഹരമാകുന്ന കർത്താ കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ എന്ന പാട്ട്. ഇങ്ങനെ അനവധി പാട്ടുകൾ എഴുതിയ ഒരു ഭക്തനാണ് എന്റെ മുത്തച്ഛൻ. അദ്ദേഹം ആദ്യം ശിഷ്യനായിരുന്നത് സൈമൺ സാറിനായിരുന്നു. KV സൈമൺ സാറിന്റെ ശിഷ്യനായിരിക്കുന്ന സന്ദർഭത്തിൽ ഇടയാറൻമുളയിൽ ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ, ചെങ്ങന്നൂരിന് യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ പാലം എടുത്തിട്ടുണ്ട്. ആ പുതിയ പാലത്തിന്റെ ഇടതുവശത്തുള്ള ചെറിയൊരു വീടാണ് സൈമൺ സാറിന്റെ വീട്. ഇന്നും ആ വീടിന് വലിയ മാറ്റമില്ലാതെ അവിടെയുണ്ട്. അവിടുന്ന് വീണ്ടും ഒരു അല്പം കൂടി ഒരു 1/2 കിലോമീറ്ററോളം മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ തറവാട്, ഇന്നും ആ തറവാട്ടിൽ ഞങ്ങളുടെ കുടുംബക്കാർ താമസിക്കുന്നുണ്ട്. അതിന്റെ റോഡിന്റെ ഇടതുവശത്തുള്ള ഭാഗമായിരുന്നു എന്റെ മുത്തച്ഛന് വീതം കിട്ടിയത്, എന്റെ ഭാഗമായി കിട്ടിയത്. ആ ഭാഗം കരിമ്പ് കൃഷിയായിരുന്നു. അവിടെ കരിമ്പ് കൃഷി നടത്തുന്നതിന്റെ ഇടയിലാണ് 17 വയസ്സുകാരൻ വർഗീസ് കരിമ്പ് കൃഷി വേഗം പൂർത്തിയാക്കിയതിനു ശേഷം പുറകിൽ കൂടെ ആരും കാണാതെ എന്റെ വല്യപ്പച്ചന്റെ ഫാദർ, അദ്ദേഹം കാണാതെ, ഭർത്താവക്കാരാണ്, കാണാതെ, മറ്റു സഹോദരന്മാർ കാണാതെ രഹസ്യമായി പുറകിൽ കൂടെ ഒളിച്ചുപോയി സൈമൺ സാറിനോട് പോയി ദൈവവചനം കേൾക്കും. 17 വയസ്സുകാരന് അന്ന് കള്ളു കുടിക്കാനുള്ള സമയമല്ലേ, ബീഡി വലിക്കാനുള്ള സമയമല്ലേ? കരിമ്പ് കൃഷിക്കകത്തുനിന്ന് ഒളിച്ചോടി പോകുന്നത് കള്ളു കുടിക്കുവാൻ വേണ്ടിയല്ല, ബീഡി വലിക്കുവാൻ വേണ്ടിയല്ല, ദൈവവചനം കേൾക്കുവാൻ വേണ്ടി. അപ്പൊ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ചില നേച്ചേഴ്സ്, അതിന്റെ റിസൾട്ട്, പരിണിത ഫലമായിട്ട് തലമുറകളുടെ മേൽ എന്താ വെളിപ്പെടുവാൻ പോകുന്നത് എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ കഴിയും.
അങ്ങനെ വചനം പഠിച്ച് ഒരു ദിവസം ഒരു ജോഡി ഡ്രസ്സുമായിട്ടാണ് കരിമ്പ് കൃഷിക്കകത്ത് പോയത്. ആരും അറിയാതെ ഈ കരിമ്പ് കൃഷി നിർത്തി കരിമ്പ് കിട്ടിയതിന് ശേഷം പുറകെ കൂടെ പോയി സനൻ സാറിനോട് ചെന്നു. ആറന്മുള സത്രക്കടവിൽ സ്നാനം ഉണ്ടായിരുന്നു. അവിടെ ആ ഭാഗങ്ങൾ പരിചയമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആറന്മുള സത്രക്കടവിൽ സ്നാനം ഉണ്ടായിരുന്നു. ഒരു ജോഡി ഡ്രസ്സുമായിട്ട് എൻ്റെ മുത്തച്ഛൻ പോയി ആരും അറിയാതെ സൈമൻ സാറിന്റെ കൈകളിൽ സ്നാനപ്പെട്ടു. ശിഷ്യനായിട്ട് തുടർന്നു. സൈമൻ സാറിന്റെ ശിഷ്യനായിട്ട് തുടരുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് പരപ്പുഴ മണപ്പുറം എന്ന് പറയും. ആറാട്ടുപുഴ പരപ്പുഴ മണപ്പുറത്ത് ആദ്യമായിട്ട് കുക്കു സാഹിബിന്റെ കൺവെൻഷൻ നടക്കും. നിങ്ങൾ ഓർക്കണം, അന്നത്തെ ഫോട്ടോ കുക്കു സാഹിബിന്റെ ജീവചരിത്രം അമേരിക്കയിൽ പ്രിന്റ് ചെയ്ത് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അന്നത്തെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പിതാമഹന്മാരെ കണ്ടു കഴിഞ്ഞാൽ ആദിവാസികളെക്കാൾ കഷ്ടമാണ്. നമ്മളൊക്കെ ഇപ്പൊ കുറച്ച് വെളുപ്പൊക്കെ ഉണ്ട്. നമ്മുടെ അപ്പൂപ്പന്മാർക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. ഇവിടുത്തെ അബോറിജിനൽസിനെ പോലെ എനിക്ക് നമ്മുടെ മുതുമുത്തച്ഛന്മാർ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. യേശു വന്നതുകൊണ്ടായി പ്രകാശം നമ്മുടെയൊക്കെ മുഖത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ മുത്തച്ഛന്മാർക്ക് അവർക്ക് അന്നൊരു വെളിച്ചം കിട്ടി. യേശുവിന് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിച്ച് ബൈബിൾ പഠിക്കുവാൻ തുടങ്ങിയതിന്റെ പരിണിത ഫലമായി തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ത്യയിൽ കേരളക്കാരൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ആരനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്? ആമേൻ. നിങ്ങൾ പഠിച്ചു നോക്കും. ഇന്ന് കർണാടകയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ വില്ലേജുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അബോറിജിനൽസിനെ പോലെയുള്ളവർ. ആന്ധ്രാപ്രദേശിൽ പോയി കഴിഞ്ഞാൽ, മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ അവർ ഇന്ത്യക്ക് പുറത്തൊരു ലോകമുണ്ടെന്ന് അറിയത്തില്ല. എന്നാൽ മലയാളി ചെന്നിട്ടില്ലാത്തൊരു രാജ്യം ഇന്ത്യയിൽ എവിടെയാണ്? എന്നെ ചിലരൊക്കെ വിളിക്കും ജമാക്കായിൽ എന്ന് വിളിക്കും. ഞാൻ ചോദിക്കും, ജമാക്ക എവിടെയാ? കരീബിയൻ ദ്വീപിൽ. നീ അവിടെ എന്തോ ചെയ്യുക? ഞാനിവിടെ നേഴ്സാണ്. ഇന്റർനെറ്റിലൂടെ പ്രസംഗം കാണുന്ന അവിടെ. നമ്മൾ ഈ എത്തിച്ചേരാത്ത ഇടമിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ദ്വീപുകളിൽ പോലും എത്തിച്ചേർന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അന്ന് അവർക്ക് കിട്ടിയ വെളിച്ചമനുസരിച്ച് അവർ സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ തയ്യാറാണ്. ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, 100 വർഷങ്ങൾക്ക് മുന്നമേയാണ്. കേരളക്കരയിൽ നടന്ന ഉണർവിന്റെ പരിണിത ഫലമാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. അവൻ കരങ്ങളടിച്ച് ദൈവത്തെ ശ്രമിക്കുക. Shri Ramara Varsana
പ്രൈസ് ദി ലോർഡ്. ആ പരപ്പുഴ മണപ്പുറത്ത് നടന്ന ഒന്നാമത്തെ കൺവെൻഷന് എന്റെ മുത്തച്ഛൻ പോവുകയുണ്ടായി. സാഹിബ് പ്രസംഗിച്ച കൺവെൻഷനായിരുന്നു. അവിടെ വെച്ച് അഭിഷേകം പ്രാപിച്ചു. ഇന്നോ ഇന്നലെയോ ഒന്നും നടക്കുന്ന കാര്യമല്ല. അന്ന് അഭിഷേകം പ്രാപിച്ചു പരിശുദ്ധാത്മാവിനാൽ നടന്നു. തിരിച്ചു വന്നു ഗുരുനാഥനോട് പറഞ്ഞു, സൈമൺ സാറിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ അനുഭവം ഉണ്ടായി പറഞ്ഞു. സൈമൺ സാർ എതിർന്നില്ല. സൈമൺ സാർ പറഞ്ഞു, നിന്നെ ദൈവം നടത്തുന്നപ്പോൾ നീ പൊയ്ക്കൊള്ളാം. അങ്ങനെ സൈമൺ സാറിന്റെ അനുവാദത്തോടു കൂടിയാണ് വേർപാട് സമൂഹം വിട്ട് പെന്തക്കോസ്ത് സമൂഹത്തിലേക്ക് എന്റെ മുത്തച്ഛൻ വരുവാനിടയായി. വർഗീസ് അഭിഷേകം പ്രാപിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സൈമൺ സാറിന് വലിയ ആഗ്രഹം ഉണ്ടായി അഭിഷേകം പ്രാപിക്കണം. കാരണം വർഗീസ് തന്റെ ശിഷ്യനായിരുന്നു. വർഗീസ് കള്ളം പറയത്തില്ല. വർഗീസ് അനുഭവിക്കുന്നത് സത്യമാണെന്ന് സൈമൺ സാറിന് മനസ്സിലായി. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചു. എൻ്റെ മുത്തച്ഛൻ അന്ന് പാർത്തിരുന്ന വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് പാർത്തിരുന്ന ഒരു ഓലക്കുടിയിൽ വന്ന്, എൻ്റെ വല്യമ്മച്ചി പറഞ്ഞതാണ്, ഓലക്കുടിയിൽ വന്ന് സൈമൺ സാർ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു അഭിഷേകം പ്രാപിക്കുവാൻ വേണ്ടി. നമുക്കറിയില്ല, നമുക്ക് വിശദീകരണങ്ങൾ അറിയില്ല. അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞില്ല. നമ്മൾ ഇന്ന് അന്യഭാഷ സംസാരിക്കുന്നത് പോലെ വലിയ ദൈവദാസന, ബഹുമാനാകുന്ന ദൈവദാസന അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞില്ല. അതിനാൽ ആ സമൂഹം ആ നിലയിൽ മുന്നോട്ട് പോകുവാനിടയിൽ ദൈവം ഉപയോഗിക്കുന്നു. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ നമുക്ക് ലഭിച്ച വെളിച്ചം, എൻ്റെ മുത്തച്ഛന് ലഭിച്ച വെളിച്ചം, അന്നുണ്ടായിരുന്ന കേരളക്കരയിലുണ്ടായിരുന്ന ആത്മനിറവിൽ ആരാധിക്കുന്നവർക്ക് ലഭിച്ച വെളിച്ചം, ആ വെളിച്ചമനുസരിച്ച് അവർ മുന്നോട്ട് പോയി. ഇന്നല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കത്തോലിക്കരും ഈവൻ മർത്തോമാക്കാരും ഓർത്തഡോക്സുകാരും അന്യഭാഷ എതിർ ക്രിസ്തുവിന്റെയാണെന്ന് ആരും പറയത്തില്ല. ഇന്നാരും പറയത്തില്ല. എതിർത്തവർ നോക്കുക, ഈ 100 വർഷം കൊണ്ട് ഇത് പിശാചിൽ നിന്നാണെങ്കിൽ, ഇത് ദൈവവചന വിരുദ്ധമാണെങ്കിൽ ഇത് നിന്നുപോകും. ആമേൻ. എന്നാൽ ഇന്ന് ഇത് എണ്ണം കുറയുകയല്ല, എണ്ണം കൂടുകയാണ്. 100 വർഷം ഉണ്ടായിരുന്നതിന്റെ 10 മടങ്ങായിട്ട് ഇന്ന് ലോകമെമ്പാടും ആത്മാവിൽ ആരാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. Praise the Lord. Hallelujah. Praise the Lord. അത് വളരെ വ്യക്തമാക്കുന്നത് ഇത് ദൈവവചനാടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ അന്ത്യകാല പ്രവർത്തനമാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അവർ അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഒരു ചരിത്രം, പുതിയൊരു ചരിത്രം അവിടെ ആരംഭിക്കുകയാണ്. ഒരു ചരിത്ര സംഭവം അവിടെ ആരംഭിക്കുകയാണ്. യേശു ക്രിസ്തു അന്യഭാഷ പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു ഭൂമിയിലുള്ളപ്പോൾ ശിഷ്യന്മാർ ആരും അന്യഭാഷ പറഞ്ഞിട്ടില്ല. പഴയ നിയമത്തിൽ അന്യഭാഷയെ കുറിച്ച് പരാമർശിക്കുന്ന ഏക വചനം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 28-ാമത്തെ അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്കൊരല്പമാകുന്ന ലൈറ്റ് അന്യഭാഷയെ കുറിച്ച് പഴയ നിയമത്തിൽ നിന്ന് ലഭ്യമാകുന്നത്. ദയവായിട്ട് വായിക്കുമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. Yes. Precept upon precept. Yes. Line upon line. Line upon line. Yeah. Here a little. Here a little. There a little. There a little. For with stammering lips. Stammering lips. And another tongue. Another tongue. He will speak to. Yes. വിക്കി പറയുന്ന ഭാഷ, അന്യഭാഷ എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ആ ഭാഷ പറയുന്നത് മുഖാന്തരം അവിടെ ലഭിക്കുന്നത് എന്താണ് എന്ന് പ്രവചിച്ച പ്രവാചകൻ പറയുകയാണ്. എന്ത് ലഭിക്കുമെന്നാണ് പറയുന്നത്? റെസ്റ്റ് ലഭിക്കുവാനിടവരും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവിൽ, ബുദ്ധിമണ്ഡലത്തിൽ നിങ്ങൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് വിശ്രാമം ലഭിക്കുവാനിടവരും, റെസ്റ്റ് ലഭിക്കുവാനിടവരും. അവൻ റെസ്റ്റ് ആൻഡ് മോറോവർ നിങ്ങൾ റിഫ്രഷ്ഡ് ആകുവാനിടവരും. ശരീരത്തിൽ നിങ്ങൾ ക്ഷീണം അനുഭവിക്കുന്നുവെങ്കിൽ, തടസ്സം അനുഭവിക്കുന്നുവെങ്കിൽ, ബലഹീനത അനുഭവിക്കുന്നുവെങ്കിൽ, ഒരു മടുപ്പ് അനുഭവിക്കുന്നുവെങ്കിൽ, ഒന്ന് റിഫ്രഷ്ഡ് ആകണമെങ്കിൽ നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുക. റിഫ്രഷ്ഡ് ആകുവാൻ കഴിയും. അത് 2 കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അന്യഭാഷയിൽ ആ പരാമർശമാണ് പഴയ നിയമത്തിൽ ഏക പരാമർശം അന്യഭാഷയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതൊന്നും സംഭവിക്കാതെ യേശു അന്യഭാഷയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ അവസാന പ്രഖ്യാപനം ഇതാണ്: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ അന്യഭാഷ പറയുമെന്നല്ല കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അപ്പോൾ അന്യഭാഷയെ കുറിച്ച് കർത്താവ് ഒരു പരാമർശവും നടത്തിയിട്ടില്ല. പൊടുന്നനവെയാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ഇവർ കൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ കൊടിയ കാറ്റടിക്കുന്നത് പോലൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി.
അപ്പൊ എന്തൊക്കെ ബഹളം നടക്കും, എന്തൊക്കെ ആരോപണം ഉണ്ടാകാം, എത്ര ക്രിട്ടിക്സ് അവിടെ എഴുന്നേൽക്കുവാൻ സാധ്യതയുണ്ട്. കൊടിയ മുഴക്കം, അവിടെ നിന്ന് വീട് മുഴുവൻ നിറയ്ക്കുന്ന ആത്മസാന്നിധ്യം, തീ കത്തുന്നു. ആമേൻ. അവിടെ ക്രിട്ടിക്സിനെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ആരോപണം ഉന്നയിക്കുന്നവർ അവരുടെ നടുവിൽ നിന്ന് എഴുന്നേൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അവർ ആ അഗ്നിക്ക് അകത്താകുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിക്കുകയാണ്. ഒരു പുതുഭാഷയിൽ അവർ സംസാരിക്കുന്നു. ഒരൊറ്റ സെക്കൻഡിനുള്ളിൽ ഒരു പുതിയ ഭാഷയിൽ അവർ സംസാരിക്കുകയാണ്. എന്തൊക്കെ സംശയങ്ങൾ അവർക്കുണ്ടാകാം, അതിനെക്കുറിച്ച് എന്തൊക്കെ ചർച്ചകൾ നടക്കുവാൻ സാധ്യതയുണ്ട്. ഇതേ ചൊല്ലി വേണമെങ്കിൽ ഒരു പിളർപ്പ് അവിടെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടല്ലോ, വേണമെങ്കിൽ മറ്റൊരു ഡിനോമിനേഷൻ അവിടെ ആരംഭിക്കുവാൻ സാധ്യതയുണ്ടല്ലോ. എന്നാൽ നമുക്കത് കാണുവാൻ കഴിയുന്നില്ല. വീണ്ടും ആവർത്തിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകുമ്പോൾ ആളുകൾ അന്യഭാഷയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നു. നിങ്ങൾ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ അവർ പരിശുദ്ധാത്മാവിനാൽ ശമരിയിൽ പരിശുദ്ധാത്മ നിറവുണ്ടാകുമ്പോൾ അപ്പോസ്തലന്മാർ വന്ന് കൈവയ്ക്കുന്ന സന്ദർഭത്തിൽ അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ 19ാമത്തെ അധ്യായത്തിൽ എഫെസോസിൽ പരിശുദ്ധാത്മ പ്രവൃത്തി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. 10ാമത്തെ അധ്യായം ജെന്റൈൽ പെന്തക്കോസ്റ്റ് ആണ്. 2ാമത്തെ അധ്യായം ജൂയിഷ് പെന്തക്കോസ്റ്റ് ആണ്. ഇതാദ്യമായിട്ട് 10ാമത്തെ അധ്യായത്തിൽ ജാതികളുടെ ഇടയിലേക്ക് ദൈവവചനം തുറക്കപ്പെടുകയാണ്. ആ ജെന്റൈൽ പെന്തക്കോസ്റ്റിൽ നമുക്ക് 10ാമത്തെ അധ്യായത്തിൽ ഇവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവിടെ വളരെ വ്യക്തമായി നിങ്ങൾ അതിന്റെ 44ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ദയവായിട്ട് 10ാമത്തെ അധ്യായത്തിൽ അന്യഭാഷയിൽ സംസാരിച്ചത് കൊണ്ടാണ് ഇവർക്ക് മനസ്സിലായത് ഇവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന്. അതുകൊണ്ടാണ് വിശേഷിച്ചും നാം വിശ്വസിക്കുന്നത്, പെന്തക്കോസ്റ്റൽസ് വിശ്വസിക്കുന്നത്, ഇനിഷ്യൽ ഇൻഫില്ലിങ്ങിന്റെ സൈനായിട്ട് അന്യഭാഷയെ നാം കാണുന്നു. ആമേൻ. ഓഫ് കോഴ്സ് ദൈവശക്തി നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുന്നു. എന്നാൽ നാം ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ സമീപനമാണ് ഇനിഷ്യൽ ഇൻഫില്ലിങ്ങിന്റെ അടയാളമായിട്ട്, സൈനായിട്ട് നാം അന്യഭാഷയെ കാണുന്നു. 10ാമത്തെ അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു. ഓ യെസ്, ആമേൻ. പാട്ടുപാടുമ്പോൾ മാത്രമല്ല പരിശുദ്ധാത്മാവ് വരുന്നത്, ദൈവ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് നിറയുവാൻ കഴിയും. അതിനാലാണ് ദൈവവചനം സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ നിങ്ങളെ ആരാധനയ്ക്ക് വേണ്ടി ഉത്സാഹിപ്പിക്കുന്നത്. വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ അന്യഭാഷ, ഇതാണ് ശ്രദ്ധിക്കണം, ആ വാക്യം ശ്രദ്ധിക്കണം, അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ടു വിസ്മയിച്ചു. അപ്പോൾ ഈ പരിച്ഛേദനക്കാർ, പത്രോസിന്റെ കൂടെ വന്ന പരിച്ഛേദനക്കാർ എങ്ങനെയാണ് ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് അവർക്ക് വിശ്വസിക്കാൻ ഇടവന്നത്? ഇവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ, അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അതവർക്ക് അവിശ്വസനീയമാകുന്ന ഒരു സത്യമായിരുന്നു, ഒരു അത്ഭുതകരമാകുന്ന സത്യമായിരുന്നു. ആമേൻ. വിശ്വസിക്കുക, ഇതും ഒരു ചരിത്ര സംഭവമാണ്. ജാതികളിലേക്ക് പരിശുദ്ധാത്മ പകർച്ച സംഭവിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തമായ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് ഈ പ്രോഗ്രഷൻ കാണുവാൻ കഴിയുന്നുണ്ട്. 2ാമത്തെ അധ്യായത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നു, 10ാമത്തെ അധ്യായത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നു, 19ാമത്തെ അധ്യായത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നു. ഓരോ സമയത്തും പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ ഒരു കാര്യത്തെ നിങ്ങൾ അതുപോലെ കാർബൺ കോപ്പി ചെയ്യേണ്ട കാര്യമില്ല. ആ 2ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മ പ്രവൃത്തി ഉണ്ടായതുപോലെയല്ല 8ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മ പ്രവൃത്തി ഉണ്ടായത്. 8ാമത്തെ അധ്യായത്തിൽ വന്ന അപ്പോസ്തലന്മാർ തലയിൽ കൈവച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്. ആ 8ാമത്തെ അധ്യായത്തിലേതുപോലെയല്ല 10ാമത്തെ അധ്യായത്തിൽ ഉണ്ടായത്. 10ാമത്തെ അധ്യായത്തിൽ പത്രോസ് വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 10ാമത്തെ അധ്യായത്തിൽ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പത്രോസ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ വന്നതെന്ന് അറിയാമോ? ഐത്തമുണ്ടായിരുന്നു, തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു. എന്താ തൊട്ടുകൂടായ്മ ഇംഗ്ലീഷിൽ പറയുന്നത്? അൺടച്ചബിൾ ആയിരുന്നു. ഈ ജാതികൾ അൺടച്ചബിൾ ആയിട്ട് പത്രോസ് ഒരിക്കലും തൊടത്തില്ല.
തലയിൽ പ്രാർത്ഥിക്കുമോ? നോ. കർത്താവിന് അത് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് ഇടയിൽ കയറി ഇവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് കയറി ഇവരെ അങ്ങ് നിറച്ചു. ഈ നിറവ് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർക്ക് വഴിമാറാൻ ഒക്കത്തില്ല, ഇവർക്ക് ഇനി പിന്മാറുവാൻ കഴിയത്തില്ല. സകലർക്കും, നിറഞ്ഞ സകലർക്കും അവർ സ്നാനം കൊടുത്തിട്ട് അവിടുന്ന് മടങ്ങിപ്പോയത്. ഒരുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. പുതിയ നിലയിൽ കർത്താവ് ഇടപെടുവാൻ വിശ്വസ്തനാണ്. കഴിഞ്ഞ ആഴ്ചയിലേതുപോലെ തന്നെ ഈ ആഴ്ചയിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു പുത്തൻ സമീപനത്തിൽ, ഒരു പുത്തൻ അനുഭവത്തോടുകൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുവാൻ വിശ്വസ്തനാകുന്നു. എത്ര സാധ്യതകളാണ് ദൈവരാജ്യത്തിലുള്ളത്. പരിശുദ്ധാത്മ പ്രവർത്തികൾക്ക് തന്നെ എത്ര സാധ്യതകളാണുള്ളത്. അനുഭവങ്ങളെ നിങ്ങൾ തിരസ്കരിക്കരുത്. അനുഭവങ്ങളാണ് വിശ്വാസത്തിന് ആധാരമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. ആമേൻ. വിശ്വാസത്തിന് ആധാരം ദൈവവചനം തന്നെയാണ്. പക്ഷേ ആ ദൈവവചനം തന്നെ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങൾ നൽകി തരുവാൻ കർത്താവ് നിശ്ചയമായും തയ്യാറാണ്. ആമേൻ. എന്തുകൊണ്ടാണ്? നാം ശരീരത്തിൽ വസിക്കുന്നവരാകുന്നതിനാൽ വസ്തുലോകവുമായി നമുക്ക് ബന്ധമുണ്ട്. വസ്തുലോകവുമായി നമുക്ക് ബന്ധമുള്ളതിനാൽ നമുക്ക് സെൻസേഷൻ ഉണ്ട്, ഇന്ദ്രിയബോധമുണ്ട്. നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, തൊടുവാൻ കഴിയുന്നുണ്ട്. തൊടുന്നതിലൂടെ സ്പർശനം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഇന്ന് രാവിലെ ദോശ കഴിച്ചപ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ ചോറ് കഴിച്ചപ്പോൾ നിങ്ങളുടെ നാക്ക് എന്താണ്? ഒരു അനുഭവമാണ് തരുന്നത്. രുചി എന്ന് പറയുന്നത് അനുഭവമാണ്. ആ അനുഭവം ഇല്ലാതെ തന്നെ വയറ്റിൽ ഭക്ഷണം ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊർജ്ജം കിട്ടുമല്ലോ. നമുക്ക് ചോറിന് ഉപ്പോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്ക് എരിയോ രുചിയോ ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഊർജ്ജമായി തീരുമല്ലോ. ശരീരത്തിന്റെ അകത്ത് ചെല്ലുമ്പോൾ വയറ്റിനകത്ത് ഈ രുചി അറിയുന്ന സംവിധാനമില്ലല്ലോ. പിന്നെ ഇതിനെ നാക്കൽ രുചി തന്നിരിക്കുന്നത് പല കാരണങ്ങളോട്. ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കിതിനെ അനുഭവങ്ങൾ തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ നാസികേന്ദ്രത്തിന് എന്തിനാണ് റോസാപ്പൂവിന്റെ സ്മെല്ല് മണക്കുവാൻ തക്കവണ്ണം നിന്റെ മൂക്കിനകത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് കർത്താവ് വെച്ചിരിക്കുന്നത്? ആ അനുഭവങ്ങളിൽ നീ സന്തോഷിക്കുന്നത് കാണാൻ കർത്താവിന് വളരെ ഇഷ്ടമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് നീ ഒരു പൂ കണ്ട് സന്തോഷിക്കേണ്ട. അതുകൊണ്ടാണ് റോസാപ്പൂ തന്നെ കർത്താവ് ഒരു 10,000 വെറൈറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. വെള്ളയായി, ചുവപ്പായി, നീലയായി, പച്ചയായി, വിവിധ നിറങ്ങളിൽ 10,000 പുഷ്പങ്ങളെ കർത്താവ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് തന്റെ ജനം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കർത്താവിൽ നിന്ന് ലഭ്യമാകുന്നതിനെ പൂർണ്ണമായും നമുക്ക് ഇതുവരെയും സ്വായത്തമാക്കുവാൻ, പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ആ സാധ്യതകളെ നാം തിരിച്ചറിയുകയാണെങ്കിൽ, വീണ്ടും വീൽഡ് ചെയ്യുകയാണെങ്കിൽ പുതിയത് നൽകി തരാൻ കർത്താവ് വിശ്വസ്തനാണ്. Praise the Lord. Amen. Hallelujah. ഈ 3 ഭാഗങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇവർ അന്യഭാഷയിൽ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കിങ്ഡം ലാംഗ്വേജ് ആണ്. Amen. Oh. Praise the Lord. നിങ്ങൾക്കറിയാമോ, ഓസ്ട്രേലിയക്ക് ഒരു മദർ ലാംഗ്വേജ് ഉണ്ട്, ഇന്ത്യക്ക് ഒരു നാഷണൽ ലാംഗ്വേജ് ഉണ്ട്. ആമേൻ. ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു നാഷണൽ ലാംഗ്വേജ് ഉണ്ട്. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിലെ മാതൃഭാഷയാണ് അന്യഭാഷ. ഞാൻ വിശദീകരിക്കാം. നാം ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിലാണ് ഭാഷാ കലക്കം കാണുന്നത്. ഉൽപ്പത്തി 11 വരെയും പല ഭാഷകൾ ഉണ്ടായിരുന്നില്ല, ഭാഷാ കലക്കം ഉണ്ടായിരുന്നില്ല. ഉൽപ്പത്തി 11-ലാണ് മനുഷ്യന്റെ ക്രമീകരണങ്ങളിൽ, മനുഷ്യൻ അന്നായിരുന്ന അവസ്ഥകളിൽ ചില പ്രത്യേക അവസ്ഥകളിലേക്ക്, അഥവാ ഭാഷാകലക്കം ഉണ്ടാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് അധികാരം, മനുഷ്യർ നേതൃത്വം കൊടുക്കുന്ന അത്തരത്തിലുള്ളൊരു യുഗത്തിന്റെ ആരംഭമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അതിനുശേഷം 12-ാമത്തെ അധ്യായത്തിൽ വാഗ്ദത്ത
യുഗം ആരംഭിക്കുകയാണ്. ആ വാഗ്ദത്ത യുഗം ആരംഭിക്കുന്നതിന് മുന്നമേ ഒരു ചെറിയ പീരീഡായിട്ട് മനുഷ്യയുഗം, മനുഷ്യ ഭരണയുഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ മനുഷ്യ ഭരണയുഗത്തിലാണ് മനുഷ്യന്റെ നിഗളത്തിന്റെ ഒരു പ്രദർശനമായിട്ട് 11-ാമത്തെ അധ്യായത്തിൽ അവര് ഒരു വലിയ കോട്ട കെട്ടുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. ശിനാർ ദേശത്ത് ചെന്ന് അവർ ഭൂതലത്തിൽ ഒക്കെ ചിതറിപ്പോകാതിരിക്കുവാൻ വേണ്ടി ഒരു ഗോപുരം പണിയുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ഗോപുരം പണിയാൻ വേണ്ടി ശ്രമിക്കുന്ന സന്ദർഭത്തിൽ ദൈവം ഇവരെ പണിയുന്നത് കണ്ടിട്ട് 6-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇതാ ജനമൊന്ന്, അവർക്കെല്ലാം ഭാഷയും ഒന്ന്. അപ്പോൾ ഐക്യതയുടെ അടയാളമാണ് ഭാഷ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മലയാളം ചോർച്ചിൽ നിങ്ങൾ വന്നിരിക്കുന്നത്? ആമേൻ. നിങ്ങൾ മലയാളം സംസാരിക്കുന്നതാണ്. മലയാളം നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ആമേൻ. അതുകൊണ്ടാണ് നമ്മുടെ പിള്ളേർ കുറച്ച് വളർന്നു കഴിയുന്നുണ്ട് പിന്നെ അവർക്ക് നമ്മുടെ ചർച്ചയിൽ വരുവാൻ താല്പര്യമില്ലാത്തത്. അവരുടെ ലാംഗ്വേജിൽ അവരെ ബന്ധിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുമായിട്ടാണ്. അവർക്ക് ആ ബന്ധത്തിൽ പോകുവാനാണ് ആഗ്രഹം. പ്രൈസ് ലോർഡ്. ഒരു ഭാഷ, ഒരു ജാതി, അവരൊന്നിച്ചു നിൽക്കുന്നു. ഐക്യതയുണ്ടെങ്കിൽ, തെറ്റിദ്ധരിക്കരുത്, ഐക്യതയുണ്ടെങ്കിൽ ദൈവത്തിന് പോലും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. അപ്പൊ അതങ്ങോട്ടുകള ഐക്യത ഉണ്ടെങ്കിൽ ലോകത്തിൽ ഒറ്റ പിശാചിനെ നിന്നെ തോൽപ്പിക്കാൻ കഴിയും. എന്റെ വീട്ടിൽ ഭാര്യ ഭർത്താവ് നിങ്ങൾ ഐക്യതയായിട്ട് നിൽക്കാമോ? ഈ ലോകത്തിൽ ഒറ്റ ശക്തിക്കും നിങ്ങളുടെ കുടുംബത്തെ തൊടാൻ കഴിയത്തില്ല. ഇവരുടെ നടുവിൽ വെളിപ്പെട്ട ഐക്യത കണ്ടുകൊണ്ട് കർത്താവ് തന്നെയാണ് പറഞ്ഞത്, ഇത് ജനമൊന്ന്, ഇവർക്ക് ഭാഷയൊന്ന്, ഇവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അപ്രാപ്യമാകുകയില്ല, അവരെ കൊണ്ട് സാധ്യമാകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഇവിടെ ഇത്രയും പേര് ചെറിയ കൂട്ടമായിട്ട് നിങ്ങളുണ്ടല്ലോ, നിങ്ങളൊന്ന് ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ കർത്താവിന് ദേശത്ത് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. എത്ര വലിയ കാര്യങ്ങളാണ് നിങ്ങളിലൂടെ കർത്താവ്, ഓരോരുത്തരിലൂടെ കർത്താവ് പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിച്ചു നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു കുടുംബത്തിലൂടെ കർത്താവിന് മഹാത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. ഒരു കുടുംബത്തിലൂടെ കർത്താവിന് എത്രത്തോളം ചെയ്യുവാൻ കഴിയുമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ നിറയ്ക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് ഭൂമി നിറയുവാനിടവരും. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഭൂമി നിറയുവാനിടവരും. നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന നന്മയുടെ ഫ്രാഗ്രൻസ് കൊണ്ട് ഭൂമി നിറയുവാനിടവരും. ഓ യെസ്. അരുണാചൽ പ്രദേശിലെ കൊടിയ കുഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അതിന്റെ അകത്ത് കുടിലിനകത്ത് കൊട്ട കുടിലിനകത്ത് കയറി ചെല്ലുന്നോടെ ഡെറിക് പ്രിൻസിന്റെ പുസ്തകം കിടക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അമേരിക്കയിലെങ്ങാണ്ടായിരുന്നു ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്ന പുസ്തകം ഈ കുടിലിനകത്ത് എങ്ങനെ വന്നു? അതൊരർത്ഥത്തിൽ ആ ദേവദാസൻ തന്റെ ശുശ്രൂഷ കൊണ്ട് ഭൂമിയെ നിറയ്ക്കുകയാണ്. ഒരു കുടുംബത്തിന് ചെയ്യുവാൻ കഴിയുന്നതിനേക്കാൾ 1000 മടങ്ങ് ഒരു സഭയ്ക്ക് ചെയ്യുവാൻ കഴിയും. പക്ഷെ എവിടെങ്കിലും ഒരു സഭ ഒന്നിച്ചു നിൽക്കുമോ? ഞാൻ ഇത്രയും 14 വർഷമായിട്ട് ചർച്ചകളിൽ പോവുകയാണ്. എനിക്ക് അങ്ങനെ സഭ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ പറയും ഒരു ചർച്ചിൽ പ്രോബ്ലം ഉണ്ടാകുന്നേ അടുത്തൊരു ചർച്ചിൽ പോകാമെന്ന്. ഇപ്പോൾ ഞാൻ അവരോട് വിനയപരിച്ചെന്ന് പറയുന്നത്, പ്രോബ്ലം ഇല്ലാത്തൊരു ചർച്ച് ഇന്ന് ഭൂമിയിൽ എനിക്കിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിന്ന് പരിഹരിച്ച് കാര്യങ്ങൾ വീണ്ടും ഓർഡറിലേക്ക് വന്ന് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ വിശ്വസനാണ്. ഈ ജനം ഒരുമിച്ച്
പ്രവൃത്തി ദൈവത്തിന്റെ പദ്ധതികൾക്ക് വിരുദ്ധമാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സ്വർഗത്തെ വെല്ലുന്ന ഗോപുരം പണിയുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ അതിനെ തകർക്കുവാൻ ദൈവം തീരുമാനമെടുത്തു. ആമേൻ. ആ തീരുമാനമെടുത്തതിൽ കർത്താവിന്റെ ഒരു തീരുമാനമാണ് അവരുടെ ഭാഷയെ കലക്കുക. അന്നുണ്ടായ ഭാഷാ കലക്കത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന ഈ ആയിരക്കണക്കിന് ഭാഷകൾ. ഈ അരുണാചൽ പ്രദേശ് വന്നു കഴിഞ്ഞാൽ 12 ലക്ഷം ആളുകളേ ഉള്ളൂ. 24 മേജർ ലാംഗ്വേജസ്, 120 മൈനർ ലാംഗ്വേജസ്. 12 ലക്ഷം ആളുകൾക്ക് 12 ലക്ഷം ആളുകൾക്ക് നമുക്ക് കേരളത്തിൽ 3 കോടി ജനമുണ്ട്. 3 കോടി ജനത്തിന് മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയാണുള്ളത്. ഈ കേരളത്തിൽ തന്നെ വിവിധ ഭാഷകൾ ഉൾഗ്രാമങ്ങളിലുണ്ട് എന്ന് ഈ അടുത്തിടയിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 12 കോടി ജനത്തിന് എങ്ങനെയാണ് 24 മേജർ ലാംഗ്വേജസും 120 മൈനർ ലാംഗ്വേജസും വരുന്നത്? ഭാഷാ കലക്കത്തിന്റെ പരിണത ഫലമാണ്. ആ ഭാഷയാണ് അവരെ ഒരുമിക്കുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും നിഷി ചർച്ച്, ആദി ചർച്ച്, അപ്പത്താനി ചർച്ച്, എല്ലാ ഭാഷയാണ്. അവരവരുടെ ഭാഷ. നിഷി ഭാഷ സംസാരിക്കുന്നവരുടെ സഭ, അപ്പത്താനി ഭാഷ സംസാരിക്കുന്നവരുടെ സഭ, ആദി ഭാഷ സംസാരിക്കുന്നവരുടെ സഭ, മൊമ്പ ഭാഷ സംസാരിക്കുന്നവരുടെ സഭ. അവരുടെ എല്ലാം ട്രൈബ് അറിയപ്പെടുന്നത് അവരുടെ ഭാഷയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ വിശേഷിച്ച് മലയാളികളായിട്ടുള്ളവർ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് അവരിയ്ക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കരുത്. അവരിയ്ക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കും. ഞങ്ങളിരിക്കുമ്പോൾ അവരുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, വ്യത്യാസം അറിയാം. അവരങ്ങ് ഒന്നാകുന്നു. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അവർ നിഷി ഭാഷയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം അവരങ്ങ് ഒന്നാകുന്നു. ഭാഷ അവരെ ഒന്നാക്കുന്നു. നമ്മൾ അവിടെ ഒരു വിദേശിയായിത്തീരുന്നു, ഫോറിനറായിത്തീരുന്നു. അത് അവർക്കുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ മലയാളം സംസാരിക്കുകയില്ല. അവരിയ്ക്കുമ്പോൾ ഞങ്ങൾ മലയാളം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കലി അവർക്കൊന്നും ഉണ്ടാകുമെന്ന് അറിയാമോ? അവർ വിദേശികളായിട്ട് അവർക്ക് തോന്നും. ഞങ്ങൾ ഒന്നായി തീർന്നതായി അവർക്ക് മനസ്സിലാകും. ഭാഷ മനുഷ്യനെ ഒന്നിപ്പിക്കുന്നു. ആ ഭാഷാകലക്കം സംഭവിച്ചിരിക്കുന്നതിൽ നിന്ന് കർത്താവ് നമ്മെ മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം വിഭജനങ്ങളുടെ തുടക്കമാണ് ഇന്ന് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഇന്നലെ പലരും വന്നിട്ടില്ലായിരുന്നല്ലോ. എന്താണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്? ഇവിടെ ഇപ്പൊ സഭയുണ്ട്. കഴിഞ്ഞ ദിവസം 2 ദിവസം നമ്മൾ സുവിശേഷം പ്രസംഗിക്കുകയുണ്ടായി. ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് കോസ്മോസിന്റെ റിക്കൺസിലിയേഷനാണ്. എഫേസ്യ ലേഖനത്തിൽ അതിന്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ അവിടെ അതാണ് ഈ മുഴുവൻ ബൈബിളിന്റെ സംഭവം എന്ന് പറയുന്നത്. ഇന്ന് ഭൂമിയിൽ നടക്കുന്നതല്ല. നിങ്ങൾ ഓസ്ട്രേലിയയിലായിരിക്കുന്നത്, ഇവിടെ ഈ സഭയിലൂടെ സംഭവിക്കുന്നത് എല്ലാ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലെ സംഭവമാണ് നടക്കുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം. എന്താ സംഭവം അറിയാമോ? കോസ്മോസിന്റെ റിക്കൺസിലിയേഷൻ ആണ്. പ്രപഞ്ചത്തിന്റെ പുനരേകീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിൽ എന്ത് സംഭവിച്ചു പോയി? പ്രപഞ്ചത്തിൽ ഡിവിഷൻ ഉണ്ടായി, വിഭജനമുണ്ടായി. എന്നാണ് പ്രപഞ്ചത്തിൽ വിഭജനം ഉണ്ടായത്? ഈ പ്രപഞ്ചം അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, പിന്നെയും ഒന്നായി ചേർക്കുക. ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. Yes. He might gather together among all things in Christ, both which are in heaven and which are on earth in Him. Amen. Praise the Lord. പിന്നെയും ഒന്നായി ചേർക്കാം. പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം. കോസ്മോസിന്റെ റിക്കൺസിലിയേഷൻ ആണ് നടക്കുന്നത്. കോസ്മോസിൽ എന്തിനാണ് റിക്കൺസിലിയേഷൻ വന്നത്? പിന്നെയും ഒന്നായി ചേർക്കാം എന്ന് പറയുന്നതിനാൽ കോസ്മോസ് ഒരിക്കൽ എന്തായിരുന്നു? ഒന്നായിരുന്നു. ഇടക്കാലത്ത് ഇവിടെ വിഭജനം സംഭവിച്ചു പോയി. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ക്രിസ്തുവിൽ പിന്നെയും ഇതിനെ ഒന്നായി ചേർക്കുവാൻ പോകുന്നു. ഇതൊരിക്കൽ മുഴുവൻ ദൈവരാജ്യമായിരുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവരാജ്യമായിരുന്നു. ഈ ഭൂമിയിൽ ദൈവരാജ്യമായിരുന്നു. ഈ ദൈവരാജ്യത്തിൽ വിഭജനം ഉണ്ടായിരുന്നില്ല. ഭൂമിയുടെ രാജാവായി താൽക്കാലികം ലൂസിഫർ ഈ ഭൂമിയിൽ രാജാവായിരുന്നു. മഹാരാജാവായി പരമപിതാവായിരുന്നു. എന്നാൽ ലൂസിഫറിൽ ഉണ്ടായ റിബല്യൻ, മത്സരം, ആ മത്സരത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ, കോസ്മോസിൽ ആദ്യമായി വിഭജനം വെളിപ്പെട്ടത്. ദൈവം അതിനാൽ ഏറ്റവും വെറുക്കുന്ന പാപം ഏതെന്നറിയാമോ? വ്യഭിചാരമല്ല, കള്ളുകൂടിയല്ല, പുകവലിയല്ല, മറ്റൊന്നുമല്ല, റിബല്യൻ. എവിടെ മത്സരമുണ്ടോ ആ മത്സരിക്കുന്ന വ്യക്തിയാണ് ദൈവം ഏറ്റവും അധികം എതിർക്കുന്നത്. ഞാൻ അധികാരങ്ങളെ കുറിച്ച് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അധികാരങ്ങൾ, എവിടെ അധികാരങ്ങളെ കണ്ടാലും നിങ്ങൾ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടോണം.
നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ, നിങ്ങളുടെ മുകളിൽ ഒരു അധികാരി ഉണ്ടെങ്കിൽ അവരൊരു നികൃഷ്ട സ്ത്രീ ആകട്ടെ, ഒരു തല്ലിപ്പുളി മനുഷ്യനാകട്ടെ, പക്ഷെ അവന് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന അധികാരിയാണെങ്കിൽ ബെറ്റർ നീ കീഴ്പ്പെട്ടു, അതാണ് നിനക്ക് നല്ലത്. ദൈവിക അനുഗ്രഹം നിന്റെ മേൽ വരണമെന്നുണ്ടെങ്കിൽ നീ അത് കീഴ്പ്പെട്ടു. അവൻ ചിലപ്പോൾ നിന്നെ ഉപദ്രവിച്ചിരിക്കും, നോ പ്രോബ്ലം. നീ കീഴ്പ്പെടുകയാണെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ നന്മ ചെയ്യുവാൻ വിശ്വസിക്കണം. ഒരു ബസ്സിൽ കയറിയാൽ അധികാരി ആരാണെന്ന് കണ്ടെത്തിക്കോണം. ഒരു എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അധികാരി ആരാണെന്ന് കണ്ടെത്തിക്കോണം. അധികാരിയുമായിട്ട് മത്സരിക്കരുത്. അധികാരിയോട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു വ്യക്തമാക്കാനുണ്ടെങ്കിൽ അത് വേറൊരു കാര്യം. അധികാരിയുമായി മത്സരിക്കരുത്, റിബല്യൻ ഉണ്ടാകരുത്. ഒരു ചർച്ചിൽ വന്നു കഴിഞ്ഞാൽ അധികാരി ആരാണെന്ന് മനസ്സിലാക്കണം, അധികാരിക്ക് കീഴ്പ്പെട്ടുകൊള്ളുക. സഹോദരിമാരെ, നിങ്ങളുടെ ഭവനത്തിലെ അധികാരിയാണെന്ന് നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കണം. ഭർത്താവ് അധികാരിയാണ്, കീഴ്പ്പെട്ടു. It brings protection in your life. It brings covering in your life. Praise the Lord. Rebellion എപ്പോഴും ഡിസ്ട്രാക്ഷൻ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരും. റിബല്യൻ വെളിപ്പെടുന്ന എല്ലായിടങ്ങളിലും വേലി പൊളിഞ്ഞ തുറന്ന സ്ഥലം പോലെയാണ്. വന്യമൃഗങ്ങൾക്ക് കയറി ആക്രമിക്കുവാൻ പറ്റിയ ഒരു ഇടമായി മാറുകയാണ് റിബല്യൻ ഉള്ള ഇടങ്ങളെല്ലാം. എവിടെ ഈൽഡ് ചെയ്യുന്നുവോ, വിധേയപ്പെടുന്നുവോ, അധികാരങ്ങൾക്ക് വിധേയപ്പെടുന്നുവോ, അവിടെ നീ അനുഗ്രഹിക്കപ്പെടുവാനിട. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കൂടെയാണ് ഞാൻ വീട്ടിൽ താമസിക്കുന്നത്. എനിക്ക് 44 വയസ്സായി. 44 വയസ്സുള്ള ആള് 85 വയസ്സുള്ള പിതാവിൻ്റെ കൂടെയാണ് നടക്കുന്നത്. എൻ്റെ വീട്ടിൽ തീരുമാനം എല്ലാം എടുക്കുന്ന എൻ്റെ പിതാവ്. നിങ്ങൾക്കത് രസകരമായി തോന്നും, പക്ഷെ അത് കർത്താവ് നൽകുന്ന ഓർഡറാണ്. ഒരു തീരുമാനത്തോടും എതിർക്കുവാൻ എനിക്ക് അധികാരമില്ല. എൻ്റെ പിതാവ് വളരെ അധികാരമുള്ള ഒരു വ്യക്തിയാണ്. 85-ാമത്തെ വയസ്സിൽ അതെനിക്കൊരു അനുഗ്രഹവുമാണ് കേട്ടോ. അതിന് ഞാൻ കീഴ്പ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അതെനിക്കൊരു അനുഗ്രഹമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതത്തിൽ ഉള്ള അധികാരം, ദൈവമാക്കി വെച്ചിരിക്കുന്ന അധികാരം, ആ അധികാരങ്ങൾക്ക് നീ കീഴ്പ്പെടുകയാണെങ്കിൽ അത് നിനക്ക് നന്മയായി തീരുവാനിട വരും. ആമേൻ. ആ റിബല്യൻ മൂലമാണ് വിഭജനം ഉണ്ടായത്. എല്ലാ ഇടങ്ങളിലും വിഭജനം, കുടുംബങ്ങളിൽ വിഭജനം, സഭയിൽ വിഭജനം, സകലത്തും വിഭജനം. ആ വിഭജനത്തിനൊരു അന്തം കുറിക്കുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. ആരിലാണ്? ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ ഇതിനെ അന്തം കുറിച്ചിട്ട് വീണ്ടും ഈ കോസ്മോസിനെ ദൈവം എന്താക്കാൻ പോവുകയാണ്? ഒന്നാക്കാൻ പോവുകയാണ്. അതാണ് സഖറിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ പോയി കഴിഞ്ഞാൽ കർത്താവ് പറയുന്നുണ്ട്. സഖറിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ കോസ്മോസ് ഒന്നാകുന്നതിന്റെ അവസാനത്തെ ആ പ്രോഫറ്റിക് അട്ടറൻസ് നിങ്ങൾക്ക് സഖറിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പതിനാലാമത്തെ അധ്യായത്തിൽ ഇതാണ് അവസാനം സംഭവിക്കാൻ 9-ാമത്തെ വാക്യം. യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. കോസ്മോസ് ഒന്നായി തീരുവാൻ പോകുന്നു. സർവ്വഭൂമിക്കും യഹോവ രാജാവായി തീരും. ദൈവരാജ്യം ഭൂമി പ്രപഞ്ചം മുഴുവൻ നിറയും. ആ സമയത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്? ദൈവം ഏകനായിരിക്കും, അവന്റെ നാമം ഏകമായിരിക്കും. ഇംഗ്ലീഷിൽ വായിക്കാമോ വാക്യം? Lord shall be king over all the earth. In that day it shall be, the Lord is one and his name one. Amen. Praise the Lord. അതിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ഈ ക്രിസ്തുവിൽ ഇന്ന് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമായിരിക്കുന്നത്. ക്രിസ്തുവിൽ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാക്കിയിരിക്കുന്നതിന് ഈ കർത്താവ് ഒരു വലിയ പരിപാടിയാണ്. അറിയാമോ നിങ്ങൾക്ക്? പിതാവ് ആരെയാണ് ഏൽപ്പിച്ചത്? ഈ കോസ്മോസിനെ ഒരുമിപ്പിക്കുവാൻ വേണ്ടി കർത്താവിനെ ഏൽപ്പിച്ചു. യേശുവിനെ ക്രിസ്തുവിനാണ്. കർത്താവ് ഒരു വലിയ പരിപാടി ചെയ്തു. കർത്താവ് ഇതാരെ ഏൽപ്പിച്ചെന്ന് അറിയാമോ? സഭയെ ഏൽപ്പിച്ചു. കർത്താവ് വയ്ക്കണം. ബോധന കർത്താവ് പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾക്കായി പരിപാടി എല്ലാം ചെയ്യാൻ വേണ്ടി ഞാൻ ചുമതല തരുന്നത്, ഞാനൊരു സബ് കോൺട്രാക്ട് തരികയാണ്. പക്ഷെ പേടിക്കണ്ട, ഞാൻ പരിശുദ്ധാത്മാവിനെ തന്നേക്കാം. എന്നിട്ട് നീ പരിശുദ്ധാത്മാവില്ലാതെ സവണിയായിരിക്കുകയാണ്. സബ് കോൺട്രാക്ട് വാങ്ങിയിട്ട് നീ പരിശുദ്ധാത്മാവില്ലാതെ സവണിയാൻ വേണ്ടിയാണോ നീ ആഗ്രഹിക്കുന്നത്? നീ പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിയിട്ട്, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഇത് പൂർത്തിയാക്കാമെന്നാണോ നീ കരുതുന്നത്? നിന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് ഉള്ളവന് മാത്രമേ ഇത് പൂർത്തിയാക്കുവാൻ കഴിയത്തുള്ളൂ.
Praise the Lord. ദൈവസഭയെ ചുമതലയേൽപ്പിച്ചതിന് ശേഷം ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവസഭയെ ചുമതലയേൽപ്പിച്ചതിന് ശേഷമായിട്ട് പരിശുദ്ധാത്മാവിനെ ദൈവസഭയ്ക്ക് കൊടുത്തു. പരിശുദ്ധാത്മാവിനോട് ദൈവസഭ ഇത് പൂർത്തിയാക്കുക. നിങ്ങൾ വിശ്വസിക്കുക, ഈ ഭൂമിയിൽ ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിക്കുന്നു പല കാര്യങ്ങൾ. ഒരു എഞ്ചിനീയർ പാലം പണിയുന്നു. ഒരു ഡോക്ടർ ശരീരത്തെ സൗഖ്യമാക്കുന്നു. എന്നാൽ ദൈവമക്കൾ, ദൈവദാസന്മാർ, ദൈവസഭ പ്രപഞ്ചത്തെ പണിയുന്നു. ഗൗരവം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇവിടെ ഒരു പാലം പണിയുന്ന ഒരു എഞ്ചിനീയർക്ക് എത്ര വില നമ്മൾ കൊടുക്കുന്നുണ്ട്? നിശ്ചയമായിട്ട് അദ്ദേഹത്തിന് ഒരു വലിയ കാര്യമാണ് ചെയ്യുന്നത്. മരിക്കുവാൻ കിടക്കുന്ന ഒരു ഡോക്ടർ, ഒരു രോഗിയെ ഡോക്ടർ ആ ശരീരത്തെ റിപ്പയർ ചെയ്ത് നന്നാക്കി എടുക്കുമ്പോൾ നമ്മൾ അവരെ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്നത് ഒരു ശരീരത്തെ നന്നാക്കല്ല, പാലം പണിയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കോസ്മോസിനെ പങ്കുവയ്ക്കുക. കോസ്മോസിന്റെ റിക്കൺസിലിയേഷനാണ്. ലോകത്തിലെ ഒരു പൊളിറ്റീഷ്യൻ ചെയ്യുന്നതിന്റെ 1000 മടങ്ങ് ഗൗരവമേറിയ ഒരു കാര്യമാണ് ഒരു ദൈവവൈതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ എഞ്ചിനീയർ ചെയ്യുന്നത്, ഡോക്ടർ ചെയ്യുന്നത്, മറ്റേത് പ്രൊഫഷനിലുള്ളവർ ചെയ്യുന്നതിനേക്കാൾ 10,000 മടങ്ങ് ഗൗരവമേറിയ ഒരു കാര്യമാണ്. നിത്യതയുമായുള്ള ബന്ധത്തിൽ ഗൗരവമേറിയ ഒരു കാര്യമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവരമില്ലാതെ അല്ല നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. വെറുതെ ആകാശത്ത് മുഷ്ടിയുദ്ധം ചെയ്യുന്നത് പോലെയല്ല നമ്മളിവിടെ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിന്റെ എല്ലാം പരിണിത ഫലം എന്ന് പറയുന്നത് നിത്യത മുഴുവൻ നിലനിൽക്കുന്ന ഒരു പരിണിത ഫലമാണ്. നിത്യത വരെ നിലനിൽക്കുന്ന ഒരു പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിൽ മാത്രമേ നടക്കുകയുള്ളൂ. അത് പരിശുദ്ധാത്മ പ്രവർത്തികളിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ മകനിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. നിങ്ങൾക്ക് സ്വയം അത് ചെയ്യുവാൻ കഴിയുകയില്ല. നിന്റെ സ്വന്തം ശക്തി കൊണ്ട് സാധ്യമാണ്. പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. ഓ യെസ് 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 ഈ കോസ്മോസിനെ മുഴുവൻ കിങ്ഡമാക്കി, വൺ കിങ്ഡമാക്കി മാറ്റുന്നു. വൺ കിങ്ഡം, വൺ കിങ്. ആ ഒരു പ്രിൻസിപ്പിളിലേക്ക് മടക്കി കൊണ്ടുവരുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ലാംഗ്വേജ്. നിങ്ങളിവിടെ വന്നപ്പോൾ എന്തിനാ ഹൈലൈറ്റേഴ്സിന് നിങ്ങൾക്ക് 8 പോയിന്റ് വേണ്ടി വന്നു? നിങ്ങൾ മലയാളം പറഞ്ഞാൽ പോലും, ഓസ്ട്രേലിയ മലയാളം പറഞ്ഞാൽ പോലും 8 പോയിന്റ് കിട്ടിയിട്ടില്ലേ നിങ്ങളിവിടെ വന്നത്? എന്തുകൊണ്ടാണ്? ഇവിടുത്തെ സർക്കാർ പറഞ്ഞു ഇവിടുത്തെ ഭാഷ നീ സംസാരിച്ചാൽ മതി. വേറെ ഭാഷ സംസാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞങ്ങളുമായിട്ട്